ഗാസയിലെ മുൻ ഹമാസ് തലവൻ യഹ്യ സിൻവാറിന്റെ മൃതദേഹം കത്തിച്ച് സംസ്കരിക്കണമെന്ന് സുരക്ഷാ ക്യാബിനറ്റിനോട് ആവശ്യപ്പെട്ടതായി ഇസ്രായേൽ ഗതാഗത മന്ത്രി മിരി റെഗേവ് വെളിപ്പെടുത്തി. ഇസ്രായേലി മാധ്യമമായ കോൽ ബരാമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് റെഗേവിന്റെ വിവാദ പ്രസ്താവന വന്നത്. കഴിഞ്ഞയാഴ്ച ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം സിൻവാറിന്റെ മൃതദേഹത്തിനരികെ നിന്ന ഇസ്രായേൽ സൈനികരുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹമാസിന് സിൻവാറിന്റെ മൃതദേഹം കൈമാറുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സജീവമായത്. അമേരിക്കക്കാർ ഒസാമ ബിൻ ലാദന്റെ മൃതദേഹം കത്തിച്ചതുപോലെ തന്നെ സിൻവാറിനോടും ചെയ്യണമെന്ന് ഞാൻ ക്യാബിനറ്റിനോട് നിർദ്ദേശിച്ചു. സിൻവാറിന്റെ മൃതദേഹം തിരികെ നൽകി അടക്കം ചെയ്യാനാവില്ല. മിഡിൽ ഈസ്റ്റിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമുക്കറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2024 ഒക്ടോബർ 16-നാണ് ഗാസയിലെ റഫേൽ ഇസ്രായേലി ഡ്രോൺ ആക്രമണത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടത്. ഹമാസ് നേതാക്കളിൽ ഏറ്റവും സ്വാധീനശാലിയായിരുന്നു യഹ്യ സിൻവാർ. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടന്ന ഹമാസ് ആക്രമണത്തിന്റെ മുഖ്യ രൂപകർത്താവ് എന്ന നിലയിൽ ഇസ്രായേൽ അദ്ദേഹത്തെ തിന്മയുടെ മുഖമെന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇറാനിൽ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സിൻവാർ സംഘടനയുടെ നേതൃത്വത്തിൽ എത്തിയത്. 22 വർഷം ഇസ്രായേൽ ജയിലിൽ കഴിഞ്ഞ സിൻവാർ 2011-ൽ ഗിലാദ് ഷാലിറ്റ് തടവുകാരൻ മാറ്റ ഉടമ്പടിയുടെ ഭാഗമായി മോചിതനായിരുന്നു. തുടർന്ന് ഗാസയിൽ നിന്ന് ഹമാസിനെ നിയന്ത്രിച്ച് നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തുവെന്നും ഇസ്രായേൽ ആരോപിച്ചു. ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ട ഡ്രോൺ ദൃശ്യങ്ങളിൽ തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു പുരുഷൻ ഡ്രോണിന് നേരെ വസ്തു എറിയുന്നതും പിന്നീട് പൊട്ടിത്തെറി ഉണ്ടാകുന്നതും വ്യക്തമായിരുന്നു. അതേസമയം റെഗേവ് പരാമർശിച്ച ബിൻ ലാദൻ സംസ്കാര രീതി യാഥാർത്ഥ്യമല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. US സേന പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ നടത്തിയ ഓപ്പറേഷനിൽ ബിൻ ലാദനെ വധിച്ച ശേഷം മൃതദേഹം കടലിൽ സംസ്കരിച്ചതാണ്. ലാദന്റെ കബറിടം തീവ്രവാദികളുടെ തീർത്ഥാടന കേന്ദ്രമാകുമെന്ന ഭയത്താലാണ് അമേരിക്ക അത്തരം രഹസ്യ സംസ്കാരം നടത്തിയത്. അതേസമയം ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഗാസയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ചെലുത്തുന്നുണ്ടെന്ന് BBC വെരിഫൈ വിശകലനം കണ്ടെത്തിയിട്ടുണ്ട്. കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഗാസയുടെ വടക്ക്, തെക്ക്, കിഴക്ക് ഭാഗങ്ങളിലൂടെയുള്ള ഒരു അതിർത്തിയിലേക്ക് പിൻവാങ്ങാൻ ഇസ്രായേൽ സമ്മതിച്ചു. സൈന്യം പുറത്തിറക്കിയ ഭൂപടങ്ങളിൽ ഈ വിഭജനം ഒരു മഞ്ഞ വരയാൽ അടയാളപ്പെടുത്തിയിരുന്നു. പിന്നീടത് മഞ്ഞ രേഖ എന്നറിയപ്പെടുന്നു. എന്നാൽ പുതിയ വീഡിയോകളും ഉപഗ്രഹ ചിത്രങ്ങളും കാണിക്കുന്നത് വിഭജനം അടയാളപ്പെടുത്തുന്നതിനായി ഇസ്രായേൽ സൈന്യം 2 പ്രദേശങ്ങളിൽ സ്ഥാപിച്ച മാർക്കറുകൾ പ്രതീക്ഷിച്ച പിൻവലിക്കൽ രേഖയേക്കാൾ 100 കണക്കിന് മീറ്റർ ആഴത്തിൽ സ്ട്രിപ്പിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് മഞ്ഞ ബ്ലോക്കുകൾ അടയാളങ്ങളായി സ്ഥാപിക്കാൻ സൈനികർക്ക് നിർദ്ദേശം നൽകിയ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അതിർത്തി കടക്കുന്ന ആർക്കും തീ പിടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അതിർത്തി രേഖയ്ക്ക് സമീപം കുറഞ്ഞത് 2 മാരകമായ സംഭവങ്ങളെങ്കിലും ഇതിനകം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേന ആരോപണങ്ങൾ പരിഗണിച്ചില്ല. സദേൺ കമാൻഡിന് കീഴിലുള്ള IDF സൈനികർ ഗാസ മുനമ്പിലെ മഞ്ഞരേഖ അടയാളപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. തന്ത്രപരമായ വ്യക്തത സ്ഥാപിക്കാനെന്നും മാത്രമാണ് അവർ പറഞ്ഞത്. ഒക്ടോബർ 10-ന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറിന് മുന്നോടിയായി വൈറ്റ് ഹൌസും ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ സൈന്യവും 3 വ്യത്യസ്ത ഭൂപടങ്ങൾ പോസ്റ്റ് ചെയ്തതോടെ അതിർത്തി കൃത്യമായി എവിടെയാണ് സ്ഥാപിക്കേണ്ടതെന്ന് സ്ഥിരമായി വ്യക്തതയില്ല. ഒക്ടോബർ 14-ന് IDF അവരുടെ ഓൺലൈൻ ഭൂപടത്തിൽ മഞ്ഞരേഖ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കി. ഇത് ഗാസയിലെ ജനങ്ങളെ അവരുടെ സ്ഥാനം അറിയിക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ വടക്ക് ഭാഗത്ത് അൽ അത്താത്ര അയൽപ്പക്കത്തിന് സമീപം IDF-ൽ നിന്നുള്ള ഡ്രോൺ ദൃശ്യങ്ങൾ കാണിക്കുന്നത് 6 മഞ്ഞ ബ്ലോക്കുകളുടെ ഒരു നിര IDF മാപ്പുകളിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും 520 മീറ്റർ വരെ സ്ട്രിപ്പിനുള്ളിൽ ഉണ്ടെന്നാണ്. തൊഴിലാളികൾ ബുൾഡോസറുകളും ഡിഗറുകളും ഉപയോഗിച്ച് കനത്ത മഞ്ഞ ബ്ലോക്കുകൾ നീക്കി തീരദേശ അൽ റാഷിദ് റോഡിൽ സ്ഥാപിക്കുന്നത് കാണിച്ചു. എന്നിരുന്നാലും 2023 ഒക്ടോബർ 7-ന് ഗാസയിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തോക്കുധാരികൾ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചു. ഈ ആക്രമണത്തിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും 281 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് അതിനുശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ 68,280 പേർ കൊല്ലപ്പെട്ടുവെന്ന് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.